ഏവർക്കും രണ്ടാമത്തെ സമവാക്യങ്ങൾ എന്ന അധ്യായത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ചാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് അല്ലേ? ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 42 മീറ്ററും വികരണത്തിന്റെ നീളം 15 മീറ്ററുമാണെങ്കിൽ ആ ചതുരത്തിന്റെ വശങ്ങളുടെ നീളം കാണും. The perimeter of a rectangle is 42 meter and its diagonal 15 meter. What are the length of its sides? Okay. ഒരു ചതുരം, ആ ചതുരത്തിന് ലെങ്ത്തുകൾ രണ്ടെണ്ണമുണ്ട്, ബ്രെഡ്ത്തുകളുണ്ട്, നീളവും വീതിയും അല്ലെ. അതിന്റെ ചുറ്റളവ് തന്നിരിക്കുന്നു 42 എന്ന് പറഞ്ഞാൽ ഈ 4 കൂട്ടിയാൽ 42, പെരിമീറ്റർ 41. പിന്നെ ഇതിന്റെ വികരണം ഡയഗണൽ ഇത് രണ്ടും ഒരേ വലിപ്പമാണ്, അങ്ങനെ അത് തന്നിരിക്കുന്നു 15 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നീളവും വീതിയും കാണും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പെരിമീറ്റർ ആണെങ്കിൽ ചുറ്റളവ് 42 മീറ്റർ ആണ്. ഓക്കെ, 42 മീറ്റർ. പെരിമീറ്ററിന്റെ ഇക്വേഷൻ 2 ഇൻറ്റു നീളം പ്ലസ് വീതി അല്ലെ. 2 നീളവും 2 വീതിയും കൂട്ടുമ്പോഴാണ് ചുറ്റുമുള്ള ചുറ്റളവാണ്. അതാണ് ഈ 42. അതുകൊണ്ട് ഇവിടെ നീളം പ്ലസ് വീതി ഈക്വൽ ടു ഈ രണ്ടാണ്. അത് ഗുണിക്കണം 2 അല്ലേ, അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഹരിക്കണം 2. 42/2 20. നീളവും വീതിയും കൂട്ടിയാൽ 21 കിട്ടും. 2 നീളവും 2 വീതിയും കൂട്ടിയാലാണ് 42. അപ്പൊ ഒരു നീളവും ഒരു വീതിയും കൂട്ടിയാൽ അതിന്റെ പകുതി 21 കിട്ടും. മറ്റേ നീളവും മറ്റേ വീതിയും കൂട്ടുമ്പോഴാണ് മറ്റേ പകുതി കിട്ടുന്നത്. അങ്ങനെയാണ് 21, 21, 42. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ 21 ആണ്. ഇത് 1 ആണെങ്കിൽ ഇത് ബാക്കി 20 ഉണ്ടാവും. ഇത് 2 ആണെങ്കിൽ ഇത് ബാക്കി 19 ഉണ്ടാവും. ഇത് എത്രയാണോ അത് 21 കുറച്ചാൽ ബാക്കി വേണം. അപ്പൊ ഇത് x ആണെങ്കിൽ ഇത് ബാക്കി 21 x കുറക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് വീതി എടുക്കാം. വീതിയെ നമുക്ക് x എന്നത് ബ്രെഡ്ത്ത് x ആയിട്ട് അസ്യൂം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ലെങ്ത് നീളം എത്രണ്ടാവും? 21 മൈനസ് x. ഓക്കെ, അപ്പൊ ഇത് രണ്ടും 21 മൈനസ് x, ഇത് രണ്ടും x. പിന്നെ തന്നിരിക്കുന്നു അതിന്റെ വികരണം 15 മീറ്റർ. ഇതും 15. നമുക്ക് തൽക്കാലം ഇത് കൊടുക്കണം. ഇത് 15 മീറ്റർ. ഓക്കെ, ABCD എന്നാണ് ആ റെക്ടാങ്കിളിന്റെ പേര്. ഇത് രണ്ടും 21 മൈനസ് x, ഇത് രണ്ടും x. ഇത് 15 ആണ്. ഈ വികരണം വെച്ചാൽ അതും 15. ഇതിന് ഈ ഒരു ത്രികോണം നോക്കും. ചതുരത്തിന് ഈ ത്രികോണം, ഇതും ഇതും ഇതും, ഇത് മട്ട ത്രികോണമാണ്. 90 ഡിഗ്രി അല്ലേ ചതുരത്തിന്റെ. അപ്പോ പൈതഗോറസ് സിദ്ധാന്തം പ്രകാരം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർമ്മ സ്ക്വയർ അല്ലെ. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. സോ മട്ട ത്രികോണം ABD, ആ ത്രികോണത്തിൽ നോക്കി പറയും ഏതൊക്കെയാണ് പാദം AB, അതിന്റെ സ്ക്വയറും പിന്നെ ലംബം ആൾട്ടിറ്റ്യൂഡ് AD സ്ക്വയർ കൂട്ടിയാൽ നമുക്ക് BD സ്ക്വയർ കിട്ടും അല്ലെ. ഇതിന് AB യുടെ സ്ക്വയറും AD യുടെ സ്ക്വയറും കൂട്ടിയാൽ BD സ്ക്വയർ കിട്ടും. ഓക്കെ, മാറ്റാം. ഇത് 21 മൈനസ് x ഹോൾ സ്ക്വയർ പ്ലസ് AD ഓഫ് x സ്ക്വയർ ഈക്വൽ ടു BD യുടെ സ്ക്വയർ അല്ലെ. ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. A മൈനസ് B ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാം. A സ്ക്വയർ മൈനസ് 2AB പ്ലസ് B സ്ക്വയർ അല്ലേ. അപ്പൊ A സ്ക്വയർ ഇതാ, ഏതാ A സ്ക്വയർ? ഇതാണ് A സ്ക്വയർ മൈനസ് 2AB, 2 ഇൻറ്റു ഇതേ ഇൻറ്റു 2 ഇൻറ്റു 21 ഇൻറ്റു x, 2 ഇൻറ്റു 21 ഇൻറ്റു x, ഇതാണ് 2AB. പിന്നെ പ്ലസ് B സ്ക്വയർ, അപ്പൊ പ്ലസ് x സ്ക്വയർ. ഇത്രയും ഇതിന്റെ എക്സ്പാൻഷൻ. ബാക്കി രണ്ട് അതുപോലെ ഇല്ല. പിന്നെ ഒരു x സ്ക്വയർ ആണ്. ഈ എക്സ്പാൻഷനിൽ ലാസ്റ്റ് x സ്ക്വയർ, പിന്നെ ഈ x സ്ക്വയർ ആണ് വന്നത്. അതാണ് 2x സ്ക്വയർ. പിന്നെ 15ന്റെ സ്ക്വയർ 225, 20ന്റെ സ്ക്വയർ 441. ഇതിങ്ങനെ വിളിച്ചാൽ 42x. ഓക്കെ, ഇത് 441, 42x. പിന്നെ ഇത് രണ്ടുമ്പാടെ 2x സ്ക്വയർ ആവും. അപ്പുറത്ത് 225. ഇനി 2x സ്ക്വയർ ആദ്യം എഴുതി, പിന്നെ മൈനസ് 42x എഴുതി, പിന്നെ 441 എഴുതി. ഈ 225 കിട്ടുമ്പോൾ മൈനസ് 205. എല്ലാവരും കിട്ടുന്ന അപ്പുറത്ത് 0. ഓക്കെ, അങ്ങനെ 2x സ്ക്വയർ ഒന്നും മൈനസ് 42x. ഇനി ഇത് രണ്ടും തീരുമാനമാക്കാം. 441 225 കുറയ്ക്കാം. 11 5 6 ഉണ്ടാവും. ബാക്കി 3 2 1 ഉണ്ടാവും അല്ലെ.
പിന്നെ 4 2 2 216 x 2x മൈനസ് 42x പ്ലസ് 216 ഇത് ഒന്നെങ്കിൽ ഇവിടെ നിർത്തിയിട്ട് എ ബി സി നമ്മൾ ബി സ്ക്വയർ മൈനസ് 4ac ആൻഡ് എക്സിന്റെ കാര്യമല്ല മൈനസ് ബി പ്ലസ് ഓർ മൈനസ് അങ്ങനെ നമുക്ക് ചെയ്യാൻ ഇവിടുന്ന് എയുടെ വാല്യൂ 2 ബിയുടെ വാല്യൂ മൈനസ് 42 സിയുടെ വാല്യൂ 216 അങ്ങനെ എടുക്കും. ഇത് ചെയ്ത വാല്യൂ ഇല്ല എങ്കിൽ ഇതൊക്കെ ഈവൻ നമ്പർ ആയി രണ്ട് സംഖ്യകളല്ലേ. അപ്പൊ ഇതിനൊക്കെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഒന്നത് പകുതിയാക്കിയത് 2x സ്ക്വയർ മാറുന്നു 1x മൈനസ് 42x എന്താവും 21x 216 പകുതി 100 എല്ലാം പകുതി. ഇതിന്റെ പകുതി 1x സ്ക്വയർ 42x പകുതി 21x 216 പകുതി 108 അവിടെ പിന്നെ 0 അതിന്റെ പകുതി 0. ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് വന്ന സെക്കൻഡ് ഡിഗ്രി രണ്ടാമത്തെ സമം. ഇനി ഇവിടെ എയും ബിയും സി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എ ബി സി മാറ്റുന്നുണ്ട് നേരെ പകുതിയാണ്. ആദ്യം ഇതായത് ബി സി അല്ലെ. ഇപ്പൊ എ ഈക്വൽ ടു 1 ആണ്. ബിയുടെ വാല്യൂ മൈനസ് 21 സിയുടെ വാല്യൂ 108 ബി സ്ക്വയർ മൈനസ് 4ac കണ്ട് എക്സിന്റെ വാല്യൂ 1. എയുടെ വാല്യൂ 1 ബിയുടെ വാല്യൂ മൈനസ് 21 സിയുടെ വാല്യൂ 108 ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു ബി സ്ക്വയർ ഇതാണ് ബി സ്ക്വയർ. ഓക്കെ മൈനസ് 4 ഇൻറ്റു ac എന്റെ വാല്യൂ 1 സിന്റെ വാല്യൂ 108 21 സ്ക്വയർ 441 അല്ലേ. ഇവിടെ ആകെ ഒരു മൈനസ് കിട്ടും 4 ഇത് ഗുണിച്ചാൽ 432 440 432 കുറച്ച് 9. ഓക്കെ അപ്പൊ ബി സ്ക്വയർ മൈനസ് 4ac ന്റെ വാല്യൂ 9 ആണ്. ഇനി എക്സിന്റെ വാല്യൂ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2e അല്ലേ ഈക്വൽ ടു മൈനസ് ബിയുടെ വാല്യൂ എത്രയാ 21 അല്ല ബിയുടെ വാല്യൂ മൈനസ് 21 ആണ്. ഈ മൈനസ് ആണ് ഇട്ടിട്ടുള്ളത്. ഇനി ബിയുടെ വാല്യൂ വേറെ മൈനസ് 21 കൊടുക്കും. ഈ മൈനസ് ഇവിടെ. ഓക്കെ ഇനി ബിയുടെ വാല്യൂ ഇവിടെ വരണം. ബിയുടെ വാല്യൂ വന്നിട്ട് ഈ മൈനസ് കൊടുത്ത മൈനസ് ആണ്. ഇനി ബിയുടെ വാല്യൂ മൈനസ് 20 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ന്റെ വാല്യൂ കണ്ടുവച്ചിട്ട് 9 ബൈ 2a 2 ഇൻറ്റു a ബിയുടെ വാല്യൂ 1. ഓക്കെ അങ്ങനെ ഈക്വൽ ടു 2 മൈനസ് ആണോ പ്ലസ് ആവും അല്ലെ. റൂട്ട് 3 9 എന്ന് പറഞ്ഞാൽ 3 ആണ് ബൈ x ഈക്വൽ ടു 21 പ്ലസ് 3/2 അല്ലെ പ്ലസ് ഓർ മൈനസ് 3/2 രണ്ട് വാല്യൂ ആണ്. x ഈക്വൽ ടു 21 പ്ലസ് 3/2 ഓർ x ഈക്വൽ ടു അല്ലെ. അങ്ങനെ രണ്ട് വാല്യൂ ആണ്. പ്ലസ് ഓർ മൈനസിൽ പ്ലസിലും പോവാം മൈനസിലും. പ്ലസ് മാത്രമുള്ളെങ്കിൽ 21 പ്ലസ് 3/2 മൈനസ് മാത്രമുള്ളെങ്കിൽ 21 മൈനസ് 3 അല്ലെ 21 മൈനസ് 3 ഇതാകുമ്പോ 21 3 24 പകുതി അല്ലെ 12 കിട്ടും. ഇതാകുമ്പോ കുറച്ചാ 18ന്റെ പകുതി 9 കിട്ടും. 9 12 എക്സ് എക്സിന്റെ വാല്യൂ കിട്ടിയിട്ടുള്ളൂ. ഇതും എക്സ് ആണ് അതും എക്സ് ആണ്. രണ്ടും പോസിറ്റീവ് ആണ്. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് വരില്ല. കാരണം എക്സ് എന്ന് പറഞ്ഞാൽ വീതിയാണ് ബ്രെഡ്ത്ത് ആണ്. ബ്രെഡ്ത്ത് നെഗറ്റീവ് ആവില്ല. വീതി നെഗറ്റീവ് അല്ലല്ലോ. അപ്പൊ നമുക്ക് നെഗറ്റീവ് ആണ് ഒഴിവാണ്. പക്ഷേ ഇവിടെ രണ്ടും പോസിറ്റീവ് ആണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. എക്സ് 12 അർത്ഥം എന്താണോ വീതിയിലെ ബ്രെഡ്ത്ത് 12 ആണ്. ഇത് 12 ആണ്. ഇതുണ്ടോ രണ്ടും കൂട്ടിയ മൊത്തം 42 അല്ലേ. ചുറ്റളവ് 42 ആണ്. രണ്ട് നീളം രണ്ട് വീതി 42 ആണെങ്കിൽ ഒരു നീളം ഒരു വീതി 21 അല്ലേ. അപ്പൊ ഈ ഒരു നീളം ഒരു വീതി ഈ ഒരു നീളവും ഈ ഒരു വീതിയും കൂട്ടിയ 21. അതിൽ ഇത് 12 ആണ്. വീതി 12 ആണ്. അപ്പൊ നീളത്തുണ്ടാവും നീളം വീതി ഓരോന്നും കൂട്ടിയ 21. വീതി മാത്രം 12. അപ്പൊ നീളം മാത്രം എത്രയാണ് 21 ബാക്കി 9 അല്ലേ. വീതി 12ഉം നീളം 9. വീതി വലുതും നീളം ചെറുതും സംഭവിക്കോ പാടുണ്ടോ? നീളം വലുത് വീതി ചെറുതല്ലേ. അപ്പോ എക്സിന്റെ വാല്യൂ 12 ആണെങ്കിലും ഈ വാല്യൂ ഓക്കെ ആണെങ്കിലും സന്ദർഭത്തിന് ചോദിച്ചല്ല സിറ്റുവേഷന് പറ്റില്ല. വീതി എപ്പോഴും ചെറുതാവണം നീളം വലുതാണ്. ഇനി എക്സ് സമം 9 എന്താ അർത്ഥം? വീതി 9 ആണ്. വീതി 9 ആണെങ്കിൽ നീളം ബാക്കി ഉണ്ടാവും. ബാക്കി എത്ര ഉണ്ടാവും? 21 ബാക്കി 12. അപ്പൊ ഇത് 9 ആവുന്നത് 12. വീതി ചെറുത് നീളം വലുത്. ഓക്കെ 9 ചെറുതാണ് 12 വലുതാണ്. അപ്പൊ രണ്ട് വാല്യൂസ് ഉണ്ടെങ്കിലും ഇതിൽ ചെറിയ വാല്യൂ ആണ് വീതി ആയിട്ട് വരിക. മറ്റേ വാല്യൂ നീളമായിട്ട് വരും. സോ എക്സിന്റെ വാല്യൂ എടുക്കുക 9. വീതി 9 നീളം 12. ഓക്കെ ഇതാണ് വാല്യൂസ്. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ
ഒരു രണ്ടാംഗതി സമവാക്യം പകർത്തി എഴുതിയപ്പോൾ എക്സ് ഇല്ലാത്ത പദം -24 പകരം +24 എന്ന് എഴുതിപ്പോയി. ഉത്തരം കിട്ടിയത് 4,6 എന്നിവ. ശരിയായ പ്രശ്നത്തിന്റെ ഉത്തരം ഏതൊക്കെയാണ്? In copying a second degree equation to solve it, the term without x was written as 24 instead of -24. The answers found were 6 and 4. What are the answers of the correct problem? Okay, question എങ്ങനെയാണ്? ഒരു രണ്ടാമത്തെ സമവാക്യം എഴുതിയെടുത്തപ്പോൾ -24 എന്ന് എഴുതേണ്ടടുത്ത് +24 എന്ന് എഴുതി. എന്നിട്ട് സോൾവ് ചെയ്തപ്പോൾ അതിന്റെ വാല്യൂ കണ്ടപ്പോൾ എക്സിന്റെ രണ്ട് ഉത്തരങ്ങളിൽ 4ഉം 6ഉമാണ് കിട്ടിയത്. 4ഉം 6ഉം. അങ്ങനെയാണെങ്കിൽ ശരിയായ ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സൊല്യൂഷൻ പരിഹാരങ്ങളായിരുന്നു -24 എന്ന് എഴുതേണ്ട സ്ഥലത്ത് +24 എന്ന് എഴുതി. എന്നിട്ട് സോൾവ് ചെയ്ത് പോകുന്നപ്പോ ഈ രണ്ട് വാല്യൂസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ശരിയായ രണ്ടാമത്തെ സമവാക്യം ഏതെന്ന് കണ്ടുപിടിക്കുക. ആ ഇതിന്റെ ശരിയായ ആൻസറുകൾ, മൂല്യങ്ങൾ, എക്സിന്റെ വിലകൾ ശരിയായി കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോ x² ഇതിപ്പോ ഒരു രണ്ടാമത്തെ സമവാക്യം. ഇത് നോക്കി എഴുതുന്ന സമയത്ത് x² 5x 30. ഈ -30 ചിലപ്പോ അറിയാതെ +30 എഴുതുന്നു. അല്ലെങ്കിൽ +5x മാറി മൈനസ് ആയി. അതുപോലെയാണ് അവിടെ പറഞ്ഞത്. -24 എക്സ് ഇല്ലാത്ത പദം അല്ലെ, എക്സ് ഇല്ലാത്ത സംഖ്യകളല്ലേ, അത് -24. അതിന് പകരം +24 എന്ന് തെറ്റായി എഴുതി. എന്നിട്ട് കിട്ടിയ ആൻസർ ആണ് 4. അങ്ങനെ ഞാൻ ശരിക്കുള്ള രണ്ടാമത്തെ സമവാക്യം കണ്ടുപിടിക്കണം. ശരിയായ ഉത്തരങ്ങൾ ഇതല്ല, ശരിയായ ഉത്തരങ്ങൾ. ഓക്കെ, അപ്പോ 4ഉം 6ഉമാണ് ആ രണ്ടാമത്തെ സമവാക്യത്തിന്റെ മൂല്യങ്ങൾ എങ്കിൽ x = 4 x = 6 ആണെങ്കിൽ x +4 +6 വാല്യൂ കിട്ടിയില്ലെങ്കിൽ ഒരു രണ്ടാമത്തെ സമവാക്യം സോൾവ് ചെയ്ത മാക്സിമം 2 വില കിട്ടും. ആ വിലയാണ് +4 +6 കിട്ടിയെങ്കിൽ രണ്ട് ബ്രാക്കറ്റിൽ ഈ എക്സിന്റെ കിട്ടിയ വാല്യൂസിന്റെ ചിഹ്നം മാറ്റില്ല. +4 +6 മാറ്റുമ്പോ -4 -6. ഇത് അതിന്റെ രണ്ട് ഘടകങ്ങളായി. ഇവർ കുളിച്ചാൽ സമപൂജ്യം. ഇതാണ് ആ രണ്ടാമത്തെ സമവാക്യം. ഒരു രണ്ടാമത്തെ സമവാക്യം സോൾവ് ചെയ്ത് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടൂലേ? ആ രണ്ട് വാല്യൂസ് വെച്ചിട്ട് ഘടകങ്ങളാക്കിയാൽ ആ രണ്ട് ഘടകം ഉണ്ടാകും മാക്സിമം ഒരു രണ്ടാമത്തെ. ആ രണ്ട് ഘടകങ്ങൾ കുറിച്ചാൽ നമുക്ക് ഈ ഇക്വേഷൻ ആയിരിക്കും സമവാക്യം. അപ്പൊ ഏത് സമവാക്യത്തിനാണ് ഈ വാല്യൂസ് കിട്ടിയത്? ഈ വില ശരിയായ വിലകളല്ല, ഏതോ രണ്ട് ശരിയായ വിലകളുണ്ട്. ഈ തെറ്റായ കിട്ടിയ ആൻസർ ഏത് തെറ്റായ സമവാക്യമാണ് എന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. സമവാക്യം തെറ്റിയതുകൊണ്ടാണ് ഈ ആൻസർ വരുന്നത്. അപ്പൊ ആ കിട്ടിയ ആൻസർ വെച്ചിട്ട് നമ്മൾ തെറ്റിപ്പോയ സമവാക്യം ഉണ്ടാക്കണം. ഇത് നമ്മൾ കുറിച്ചാൽ 0 ആണ്. ഇതാണ് ആ സമവാക്യം കേട്ടോ. ഇത് കുറിച്ചു, ഇതല്ലേ വാല്യൂസ്. ആ വാല്യൂസ് വെച്ചിട്ട് അതിന്റെ ഘടകങ്ങൾ എഴുതി. x = 4 ആണെങ്കിൽ x - 4 ഒരു ഘടകമായിരിക്കും. x = 6 ആണെങ്കിൽ x - 6 മറ്റൊരു ഘടകമായിരിക്കും. രണ്ട് ഘടകങ്ങൾ കിട്ടിയാൽ ആ രണ്ട് ഘടകങ്ങൾ കുറിച്ചാൽ സമപൂജ്യം എഴുതിയാൽ എന്താകും? ആ രണ്ടാമത്തെ സമവാക്യം. അപ്പൊ x - 4 x - 6 ആണ് ആ ഘടകങ്ങൾ. അത് കുറിച്ചാൽ നമ്മുടെ ആ രണ്ടാമത്തെ സമവാക്യം. ഇത് ഇങ്ങോട്ട് കുറിച്ചാൽ x² x x -6 മുതൽ -6x -4 x കുറിച്ചാൽ -4x -6 -4 -6 കുറിച്ചാൽ 2 - പ്ലസ് 6 24 സമപൂജ്യം. x² അതുപോലെ എഴുതി. ഇതാ -6x -4x -10x +24 സമപൂജ്യം. അപ്പോ ഇതാണ് തെറ്റിപ്പോയ ആ സമവാക്യം. ഇവിടെ +24 എന്ന് വെച്ച് എഴുതിയത് കൊണ്ടാണ് ഇങ്ങനെ ആൻസർ കിട്ടുന്നത്. ഈ ആൻസർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ തെറ്റായ സമവാക്യം. ഇതാണ് തെറ്റിപ്പോയ സമവാക്യം. ഈ സമവാക്യം തെറ്റിപ്പോയതുകൊണ്ടാണ് അവരുടെ ആൻസർ ഇങ്ങനെ കിട്ടിയത്. അപ്പൊ ആൻസർ വെച്ചിട്ട് നമ്മൾ ആ തെറ്റായ സമവാക്യം എഴുതി. ഇവിടെയാണ് നോക്കി എഴുതിയപ്പോൾ തെറ്റത്. +24 എന്ന് ഏതിന് പകരം എഴുതിയത്? -24 പകരം. അപ്പൊ ഇവിടെ -24 എഴുതിയാൽ നമുക്ക് ആ ശരിയായ സമവാക്യം കിട്ടും. ഇതെല്ലാം ശരിയായ സമവാക്യം. ഇത് തെറ്റായി എഴുതിയതിനു ശേഷം വന്നിട്ട് വാല്യൂസ് ആണ്. അപ്പൊ ആ വാല്യൂ വെച്ച് നമ്മൾ
ആ തെറ്റിപ്പോയ സമവാക്യം കണ്ടുപിടിച്ചു. ഇതാണ് തെറ്റിപ്പോയ സമവാക്യം എങ്കിൽ ശരിയായ സമവാക്യം ഏതാണോ x² മൈനസ് 10x മൈനസ് 24. ഇതാണ് ശരിയായ സമവാക്യം. ഇവിടെ മൈനസ് 24 ഇതിന് പകരം എന്ത് എഴുതിയിരിക്കുന്നത് പ്ലസ് 24. അതുകൊണ്ടാണ് ഈ ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ ശരിയായ സമവാക്യത x² മൈനസ് 10x മൈനസ് 24 സമം 0. ഇനി നമ്മൾ സോൾവ് ചെയ്താൽ മതി, നമുക്ക് ശരിക്കുള്ള എക്സിന്റെ വാല്യൂസ് കിട്ടും. ഇത് സമവാക്യം തെറ്റിയ സമവാക്യമാണ്. ശരിയായ സമവാക്യം ഇതായിരുന്നു. ഇത് നോക്കിയതിപ്പോ തെറ്റിയതാണ്, മൈനസ് പ്ലസ് മാറിപ്പോയി. അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഈ വാല്യൂസ് കിട്ടും. അപ്പൊ അവിടെ നമ്മൾ ആ തെറ്റിപ്പോയ സമവാക്യം ഉണ്ടാക്കി ശരിയായ സമവാക്യം കിട്ടി. ഇനി ഇതിന്റെ വാല്യൂസ് കണ്ടാൽ നമ്മളെ ആൻസർ. ഓക്കെ, b² മൈനസ് 4ac കാണാം. b² എത്ര b മൈനസ് 10 അല്ലേ? ഇതാണ് b² മൈനസ് 4ac. 4 into a ന്റെ വാല്യൂ, c ന്റെ വാല്യൂ മൈനസ് 24 ഈക്വൽ ടു മൈനസ് 10 പ്ലസ് 4 പ്ലസ് 4 ആണ് അല്ലേ? പിന്നെ 2 മൈനസ് പ്ലസ് ആണ്. 4 1 ഗുണിച്ച 4 ഇത് ഗുണിക്കാം 16 9 196 ആണ് b² മൈനസ് 4ac. നെക്സ്റ്റ് വാല്യൂ മൈനസ് b പ്ലസ് 4 മൈനസ് റൂട്ട് b² മൈനസ് 4ac ബൈ 2a. ദാ മൈനസ് 2b യുടെ വാല്യൂ മൈനസ് മൊത്തം 2 മൈനസ് അല്ലേ? പ്ലസ് 4 മൈനസ് റൂട്ട് b² മൈനസ് 4ac ന്റെ വാല്യൂ 192 ബൈ 2 ഇൻറ്റു 1. 2 മൈനസ് പ്ലസ് ആ പ്ലസ് 4 മൈനസ് 196 റൂട്ട് എടുക്കുമ്പോ 14. ഓക്കെ, ബൈ 2 22. എക്സിന് 2 വാല്യൂസ് കാണാം. 10ഉം 14ഉം കൂട്ടുക ബൈ 2 അല്ലേ? അല്ലെങ്കിൽ 10ഉം 14ഉം കുറക്കുക ബൈ 2. ഇത് 24 ബൈ 2 12 ആണ്. ഇത് ചെയ്താലോ മൈനസ് 10 16 മൈനസ് 4 അല്ലേ? മൈനസ് 4 പകുതി മൈനസ് 2. അപ്പൊ ശരിയായ ആൻസർ മൈനസ് 2 പ്ലസ് 12. സമവാക്യം തെറ്റിയതുകൊണ്ട് അതിന് ഉത്തരം തെറ്റിപ്പോയി. അപ്പൊ ശരിയായ സമവാക്യം കിട്ടി. ഇതാണ് ശരിയായ എക്സിന്റെ വിലകൾ. ആ സമവാക്യത്തിന്റെ നിർദ്ധാരണ മൂല്യങ്ങൾ, സൊല്യൂഷൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നിശ്ചിത ചുറ്റളവും പരപ്പളവുമുള്ള ചതുരം നിർമ്മിക്കാനുള്ള പ്രശ്നത്തെ സമവാക്യമാക്കിയപ്പോൾ ചുറ്റളവ് 42 പകരം 24 എന്ന് തെറ്റായി എഴുതിപ്പോയി. ചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 10 എന്ന് കിട്ടുകയും ചെയ്തു. പ്രശ്നത്തിലെ പരപ്പളവ് എത്രയാണ്? ശരിയായ പ്രശ്നത്തിലെ ചതുരത്തിന്റെ വശങ്ങളുടെ നീളം എത്രയാണ്? In writing the equation to construct a rectangle of specified perimeter and area, the perimeter was wrongly written as 24 instead of 10 meters. What is the area in the problem? What are the lengths of the sides of the rectangle in the correct problem? ഒരു നിശ്ചിത ചുറ്റളവും ഉണ്ട്, പരപ്പളവും ഉണ്ട്. ഏരിയ പെരിമീറ്റർ ഫിക്സ്ഡ് ആണ്. അതില് പെരിമീറ്റർ 42 പകരം 24. 4 2 അങ്ങോട്ടോട് മാറി പെരിമീറ്റർ ചുറ്റളവ്. പരപ്പളവും മാറിയിട്ടില്ല കേട്ടോ. ചുറ്റളവും പരപ്പളവും ഫിക്സ്ഡ് ആണ്. നിശ്ചിത ചുറ്റളവും പരപ്പളവും. അതിന് ചുറ്റളവ് 42 എന്നതിന് പകരം 24 എന്ന് എഴുതി. അങ്ങനെ ചെയ്തപ്പോൾ കിട്ടിയ നീളം 10 ആണ്. ഓക്കെ, നീളം അല്ലെങ്കിൽ ലെങ്ത് 10 കിട്ടി. അങ്ങനെയാണെങ്കിൽ ശരിയായ ആ സമവാക്യത്തിന്റെ ചുറ്റളവ്, ആ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എത്ര? ശരിയായി വരുന്ന ആ ചതുരത്തിന്റെ നീളവും വീതിയും എത്ര? നമുക്ക് കാണാം. ചുറ്റളവ് 42 ആണ് കാണുന്നത്, പക്ഷെ നമ്മൾ എടുത്തത് 24 ആണ്. അപ്പോ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ അല്ലെ, പെരിമീറ്റർ 24 ആണ്. 42 പകരം 24 എടുത്താൽ ചെയ്തിട്ടുണ്ട്. നമുക്കത് വെച്ചു. 2 നീളവും 2 വീതിയും കൂട്ടി 24 ആണ്. അതിന് നീളങ്ങൾ കിട്ടി 10. അപ്പൊ വീതി എത്ര നോക്കിയാൽ മതി. നീളം 10 ആണ്. ചുറ്റളവ് നമുക്കറിയാം 24. 2 ഇൻറ്റു നീളം പ്ലസ് വീതി, ഇതല്ലേ ചുറ്റളവ്. 2 ഇൻറ്റു n പ്ലസ് 2 ഇൻറ്റു അല്ലേ. ഓക്കെ, ഈ 2 അങ്ങോട്ട് കൊണ്ടുപോയാൽ നമുക്ക് n പ്ലസ് എത്ര കിട്ടും? 24 പകുതി 12. നീളവും വീതിയും 12 ആണ്. നീളം വീതിയും കൂട്ടിയ 12. നീളം മാത്രം 10 ആണ്. എങ്കിൽ നമുക്ക് വീതി കിട്ടാൻ ആ 12 10 വർഷം മതി 2 കിട്ടും. ഓക്കെ, അപ്പൊ നീളം 10, വീതി അല്ലെ, വീതി
ഇവിടത്തെ 2 തെറ്റിപ്പോയി. 42 പകരം 24 ആക്കി ചെയ്തപ്പോഴാണ് ഇങ്ങനെ തെറ്റായ നീളവും വീതി കിട്ടി. ചുറ്റളവ് മാറ്റമുണ്ട്, പരപ്പളവിന് മാറ്റമില്ല. പരപ്പളവ് എത്രയാക്കുക? പരപ്പളവ് സമം ഈ 10 2 കുറിച്ചാൽ 20. ഏരിയക്ക് മാറ്റമില്ല, ഏരിയ 20 ആണ്. അപ്പൊ ഏരിയ 20. ഇനി പുതിയ ഏരിയയും പുതിയ പുതിയ ഏരിയ 20. ശരിയായ ചുറ്റളവ് എത്രയാണ്? പെരിമീറ്റർ 42. ഓക്കെ, അപ്പൊ നമുക്ക് ശരിയായ പരപ്പളവും അതുപോലെ ശരിയായ ചുറ്റളവ് ശരിക്കുള്ള വരികയാണെങ്കിൽ പെരിമീറ്റർ എത്ര ഉണ്ടാകാം? 42 അല്ലേ? ഇനി ശരിയായ ചുറ്റളവും പരപ്പളവും ഇതാണ്. ഇനി നമ്മൾ ശരിക്കുള്ള നീളം വീതിയും ചുറ്റളവ് സൂത്രാക്കി 2 ഇൻറ്റു നീളം പ്ലസ് വീതി, ഇതാണ് 42. അപ്പൊ നീളം പ്ലസ് വീതി എത്ര ഉണ്ടാവും? 42/2 21. നീളവും വീതിയും കൂട്ടിയാൽ 21 ആണ്. ഓക്കെ, നമുക്കറിയാം നീളവും വീതിയും ഗുണിച്ചാൽ 20 ആണ്, കൂട്ടിയാൽ 21 ഗുണിച്ചാൽ 20 അല്ലെ? നീളം വീതിയും കൂട്ടിയ 21 L പ്ലസ് പരപ്പളവ് എന്ന് പറഞ്ഞാൽ L ഇൻറ്റു ബി അല്ലേ? നീളം ഇൻറ്റു വീതി അല്ലേ? അത് 20 ആണ്. ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ ലെങ്തും ബ്രെഡ്ത്തും കാണും. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നീളം വീതിയും കൂട്ടി 21. ചതുരം ഇവിടെ നോക്കാം. ഒരു നീളവും ഒരു വീതി കൂട്ടി 21 ആണ്. അപ്പൊ നമ്മൾ ഇത് എക്സ് എടുത്താൽ എത്രണ്ടാവും? 21 - x അല്ലേ? അപ്പൊ നീളത്തെ നമുക്ക് നീളം അല്ലെങ്കിൽ ലെങ്തിനെ നമുക്ക് എത്ര എടുക്കാം? 21 - x. ഇവിടെ എത്രയാണ്? വീതി എത്രയാണ്? x. വീതി x, നീളം 21 - x. ഇത് നമുക്കറിയാം, അത് അവിടെ നിൽക്കണം. ഇനി പരപ്പളവ് L ഇൻറ്റു ബി 20 അല്ലേ? L എത്ര? ബി എത്ര? L എന്ന് പറഞ്ഞാൽ ഇതാണ് L നീളം ഇൻറ്റു വീതിയോ ഇത് നീളം വീതി ഗുണിച്ചാൽ 20. ഇങ്ങോട്ട് ഗുണിച്ചാൽ 21x, ഇങ്ങോട്ട് ഗുണിച്ചാൽ -x² സമം 20. ഇത് ഇങ്ങോട്ട് കൊണ്ടാൽ ഇത് അങ്ങോട്ട് ഒന്നും ചെയ്യും. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. 20 എഴുതാം, -x² അങ്ങോട്ട് പോകുമ്പോൾ +x² ആക്കാം, +21 അങ്ങോട്ട് പോകുമ്പോൾ -21x അല്ലേ? ഒക്കെ അങ്ങോട്ട് പോയാൽ ഇവിടെ 0. ഇത് രണ്ടും ഇവിടെ നിർത്തിയിട്ട് 20 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ ഇത് രണ്ടും ഇത് മൈനസ് പ്ലസ് ആവും, ഇത് ഇങ്ങോട്ട് മൈനസ്. ഇല്ലെങ്കിൽ ഈ രണ്ടെണ്ണം അങ്ങോട്ട് കൊണ്ടുപോകാം, ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ x² പോസിറ്റീവ് ആയി കിട്ടി. ഒന്ന് മോഡൽ ചെയ്താൽ നമുക്ക് x² പിന്നെ -21x + 20 സമം 0. ഇതാണ് ആ രണ്ടാമത്തെ സമവാക്യം. ഇനി b² - 4ac കാണാൻ x ന്റെ വില കാണാം അല്ലെ? x കിട്ടിയ ബ്രെഡ്ത്ത് ആവും, പിന്നെ ലെങ്ത് ആവും. a യുടെ വാല്യൂ, b യുടെ വാല്യൂ, c യുടെ വാല്യൂ. a = എത്രയാണ്? 1. b -21, c 20 അല്ലേ? b² - 4ac b² ഇതല്ലേ b? b² -4 ഇൻറ്റു a ന്റെ വാല്യൂ 1, c ന്റെ വാല്യൂ ഇതാ 2 മൈനസിന്റെ സ്ക്വയർ കൊടുക്കുമ്പോൾ പ്ലസ് ഇല്ല 440. ഇവിടെ മൈനസ് ഉള്ളൂ, അപ്പറ്റ് മൈനസ് ഉള്ളൂ, മൈനസ് 2 4 4 4 4 × 20 80. 441 80 കുറവ്. ഓക്കെ, 1 0 പോയാലും 1 14 6 361. ഓക്കെ, b² - 4ac കിട്ടി. ഇനി x ന്റെ വില കാണാം. x = -b ± √of b² - 4ac/2a. -2 b യുടെ വാല്യൂ -21, അപ്പൊ 2 മൈനസ് +or -√2 b² - 4ac ന്റെ വാല്യൂ 361 2a 2 2 മൈനസ് പ്ലസ് ആവും അല്ലേ? പ്ലസ് 369 ന്റെ 19 19 2 സൈഡിൽ പോവാ. 21 + 19/2 ചെയ്യാം, പിന്നെ 21 - 19/2. ഇത് കൂട്ടിയ 40ന്റെ പകുതി 20 കിട്ടും അല്ലേ? ഇത് കുറക്കാം, 2/2 1 20 കിട്ടും. ചെറുത് വീതി, വലുത് നീളം. വീതി 1, നീളം 20. ചുറ്റളവ് ഉണ്ടാക്കാം. 20 1 നീളം വീതി വരുമ്പോ 20 1 പിന്നെ 20 1 42 അല്ലേ? പരപ്പളവ് ഉണ്ടാക്കാം. ഏരിയ ലെങ്ത് എടുത്ത് 1 × 20 എത്ര കുറിച്ച് കിട്ടാം? 1 × 20 = 20 അല്ലേ? അപ്പോ ചുറ്റളവ് 42 ആണ്, അതിന്റെ പരപ്പളവ് 20 ആണ്. 20 ഉം 1 ആണ് അതിന്റെ ശരിയായ ആൻസർ. ഓക്കെ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 99, 97, 95 എക്സെട്ര എന്നിങ്ങനെ തുടരുന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 900 കിട്ടുക? How many terms of the arithmetic sequence 99, 97, 95 etc. must be added to get to 900? 99, 97, 95 etc. അല്ലേ? രണ്ടിനും പറയും. ഇതിൽ ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 900 കിട്ടുക? ഇത് രണ്ടും കൂട്ടി നോക്കാം. 99, 97 കൂട്ടിയതാ 196. മൂന്നെണ്ണം കൂട്ടിയാൽ 200 അല്ലേ? പിന്നെ 300, അങ്ങനെ 400, അങ്ങനെ ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് 900 കിട്ടുക? അപ്പൊ പദങ്ങളുടെ തുക, എത്ര പദങ്ങളുടെ തുക 900. അപ്പോ തുകയാണ് തന്നിരിക്കുന്നത്, സംഭവമാണ് തന്നിരിക്കുന്നത് തുക. എത്രയോ പദങ്ങളുടെ തുകയാണ് 900 അല്ലേ? തുക SN ആണ്. ഈ SN ആണ് 900. SN ആണ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് n/2. ഒരേ ഇക്വേഷൻ ഉണ്ട്, x1 plus xn അല്ലേ? ഇതാണ് 900. x1 നമുക്കറിയാം, xn കാണും. xn എങ്ങനെയാണ്? dn plus f minus d. dn plus f minus d. d എത്രയാ? d 2 കുറയണം, മൈനസ് അല്ലേ? ഇതാണ് d. dn plus f minus d. f എത്രയാ? 99. f minus d യുടെ വാല്യൂ -2 ആണ്. അപ്പൊ -2n പ്ലസ് 99, 2 - 99 പ്ലസ് 2 101. ഇതാണ് xn. അപ്പൊ n/2 അതുപോലെ എഴുതി. x1 ന് പകരം 99, xn ന് പകരം -2n പ്ലസ് 101. ഇതാണ് 900. n/2 ആണോട്ടെ, ഈ -2n അതുപോലെ എഴുതാം. 99, 101 പോസിറ്റീവ് ആണ്, കൂട്ടിയാൽ 200 അല്ലേ? 200 സമം 900. ഇനി n/2 ഉള്ളിലേക്ക് കുടിക്കും. n/2 ഇൻറ്റു -2. ഓക്കെ, അടുത്ത n/2 ഇൻറ്റു 200 സമം 900. ഈ രണ്ടും കട്ടിയ, ഈ രണ്ടും 200 കട്ടിയ, അപ്പോൾ 100. ഇവിടെ മൈനസ് ഉണ്ട്, എന്നും എന്നും, അപ്പൊ മൈനസും n സ്ക്വയർ വരും അല്ലെ? മൈനസും പിന്നെ 2 പ്രാവശ്യം ചെയ്യുമ്പോ n സ്ക്വയർ, മൈനസും n സ്ക്വയർ. ഓക്കെ, പിന്നെ എന്നും ഒരു 100 ഉണ്ട്, എന്ന് പറഞ്ഞാല് 100n സമം അപ്പുറത്ത് 900. എന്നും എന്നും n സ്ക്വയർ ആവും, ഒരു മൈനസ് ഉണ്ട്. മൈനസ് n ഹോൾ സ്ക്വയർ അല്ല, മൈനസ് n സ്ക്വയർ ആണ്. ഇങ്ങനെ ഇവിടെ നെഗറ്റീവ് ഇല്ലെങ്കിൽ നമുക്ക് വർഗത്തീവ് ചെയ്ത് നോക്കാം. പക്ഷെ ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ആ നെഗറ്റീവോട് ഒഴിവാക്കണം, വർഗത്തീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഇതിനൊക്കെ നെഗറ്റീവ് കൊണ്ട് കുറിച്ചാൽ മതി. അപ്പൊ ഈ മൈനസ് ഇവിടെ പോസിറ്റീവ് ആക്കിയിട്ട് അതാണ് പറഞ്ഞത്. ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് വിഷയമില്ല. അപ്പൊ ഇതിന് എല്ലാത്തിനും മൈനസ് കൊണ്ട് കുറിച്ചാൽ മൈനസ് ഉള്ളതൊക്കെ പ്ലസ് ആകും, പ്ലസ് ഉള്ളതൊക്കെ മൈനസ് ആകും. മൈനസ് n സ്ക്വയർ എന്താവും? പ്ലസ് n സ്ക്വയർ. പ്ലസ് 100n എന്താവുന്നോ? മൈനസ് 100n. പ്ലസ് 900 എന്താവും? മൈനസ് 900. ഇതാണ് രണ്ടാമത്തെ സംഭവം. ഇനി ഇതിന്റെ പൗതിക സ്ക്വയർ അപ്പുറം കൂട്ടാം. ഇല്ലെങ്കിൽ അതിന് ഇങ്ങോട്ട് കൊടുത്തിട്ട് -3 + 4 - ചെയ്യും. എങ്ങനെ ചെയ്യും? n സ്ക്വയർ എഴുതാം, -100n എഴുതാം, -900 എന്നിട്ട് വന്നാല് +900 സമം 0. അങ്ങനെ ചെയ്യും. ഇല്ലെങ്കിൽ 100ന്റെ പകുതി 50, 50ന്റെ സ്ക്വയർ 2500, രണ്ടോടത്തും കൂട്ടാം. അങ്ങനെ ചെയ്താലും മതി. അപ്പൊ n സ്ക്വയർ -100 സമം -900. രണ്ട് ഭാഗത്തും ഇതിന്റെ വർഗത്തിക്ക് ചെയ്യാം. സ്ക്വയർ കമ്പ്യൂട്ടേഷൻ പദ്ധതി 100ന്റെ പകുതി 50, 50ന്റെ സ്ക്വയർ 2500 അല്ലേ? ഇവിടെ 2500 കൂട്ടി, ഇവിടെ 2500 കൂട്ടി. ഇത് 2500 ആണ്, ഇത് +900 അല്ല, ഇത് -900. അപ്പൊ 2500 900 കുറയും, 1600. ഓക്കെ, ഇത് n-ന്റെ സ്ക്വയർ ആണ്, ഇത് n-ന്റെ സ്ക്വയർ. 2500 ന്റെ സ്ക്വയർ 50ന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ n-ന്റേത് അത് 50ന്റെ, ഇവിടെ മൈനസ് ആണ്. അപ്പൊ ഇതാ n - 50 ഹോൾ സ്ക്വയർ സമം 1600. അതുകൊണ്ട് n - 50 സമം 1600ന് പ്ലസ് ഓർ മൈനസിന്റെ റൂട്ട് കൊടുക്കാം. എന്താവും? പ്ലസ് ഓർ മൈനസ് 1600. 16 × 4 അല്ലേ? 2 0 ആകുമ്പോ 1 0, 40. പ്ലസ് ഓർ മൈനസ് 4.
n മൈനസ് 50 സമം പ്ലസ് ഓർ മൈനസ് 40. ഇവിടെ എന്നിന്റെ വാല്യൂ കാണാം. n മൈനസ് 50 സമം പ്ലസ് 40, n മൈനസ് 50 സമം മൈനസ് 40. ഓക്കെ, ഇപ്പോൾ n സമം 40 പ്ലസ് 50 90, n സമം 90. ഇവിടെ n സമം മൈനസ് 40 പ്ലസ് 50 പ്ലസ് 10. രണ്ടും പോസിറ്റീവ് ആണ്. n സമം 10, n സമം 90. ഇത് രണ്ടും ശരിയായ ആൻസറുകളാണ്. അതായത് നമ്മുടെ ശ്രേണിയിലെ 99, 97, 95 എക്സെട്ര ആ ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങൾ കൂട്ടിയാലും 900 ആണ്, ആദ്യത്തെ 90 പദങ്ങൾ കൂട്ടിയാലും 900 ആണ്. ആ ശ്രേണി കുറഞ്ഞാണ് വരുന്നത്. അപ്പൊ ഒരു പരിധി കഴിഞ്ഞാൽ ആ ശ്രേണി പോസിറ്റീവ് അവസാനിച്ച് പിന്നെ നെഗറ്റീവിലാണ് തുടങ്ങും. അതാണ് ഇങ്ങനെ രണ്ട് ആൻസർ വരാൻ കാരണം. ഓക്കെ, ആദ്യത്തെ 10 പദങ്ങളുടെ തുകയും ആദ്യത്തെ 90 പദങ്ങളുടെ തുകയും എത്ര തന്നെയാണ്? 900 ആണ്, 900 ആണ്. ഓക്കെ.